Hello, good morning. Good morning, sir. Good morning, sir. Good morning. Good Morning, sir. Okay, we. sir. എൻ്റെ പേര് മനോജ് MJ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. ഞാൻ ഇവിടുത്തെ അല്ലെങ്കിൽ സഫയറിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. അതിൽ ബോട്ടണി സെക്ഷനാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോർഡ് ക്ലിയർ ആണല്ലോ, കാണാൻ കഴിയുന്നുണ്ടല്ലോ. Yes, sir. Yes, sir. അപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. ക്ലിയർ? Yes, sir. റെസ്പോണ്ട് ചെയ്ത് പഠിക്കണം, എങ്കിലേ നമുക്ക് സ്പീഡിൽ പോകാനും പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് പഠിക്കാനുള്ളത് ബയോളജിയാണ്. അതില് ബോട്ടണി സെക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ +1 ബോട്ടണി എന്ന് പറയുന്നത് 5 ബ്രാഞ്ചസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ബ്രാഞ്ചിന്റെ പേര് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ചാണ്. ഈ ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ചിനകത്ത് 3 ചാപ്റ്റേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ലിവിംഗ് വേൾഡ്, രണ്ടാമത്തെ ചാപ്റ്റർ ബയോളജി ക്ലാസിഫിക്കേഷൻ, മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്ലാനിംഗ്. അപ്പൊ അതാണ് ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ച്. അപ്പൊ ഈ ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നിന്നുമാണ് നമുക്ക് 2 മുതൽ 7 ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാം. അത് 2 മുതൽ 8 വരെ വേണമെങ്കിലും വരാം. അപ്പൊ അതിൽ ഏത് ചാപ്റ്ററാണ് കയറി വരാം, ഏത് ചാപ്റ്ററാണ് കുറഞ്ഞു വരാം. അതായത് എൻട്രൻസിന് ഒരു ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന്. അപ്പൊ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കണം. അപ്പൊ രണ്ടാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് മോർഫോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് തന്നെയാണ്. അവിടെ ഒറ്റ ചാപ്റ്ററെ പഠിക്കാനുള്ളൂ, അത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് തന്നെയാണ്. മൂന്നാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് അനാട്ടമി എന്നാണ്. ആ ബ്രാഞ്ചിനും ബോട്ടണിയെ സംബന്ധിച്ച ഒറ്റ ചാപ്റ്ററെ പഠിക്കാനുള്ളൂ, അത് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഇനി നാലാമത്തെ ബ്രാഞ്ച് എന്ന് ചോദിച്ചാൽ സൈറ്റോളജി എന്ന് പറയുന്ന ബ്രാഞ്ചാണ്. അവിടെ നമുക്ക് 3 ചാപ്റ്റേഴ്സ് പഠിക്കണം. ഒന്നാമത്തെ ചാപ്റ്റർ സെല്ല് തന്നെയാണ്, യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന. രണ്ടാമത്തത് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ. മൂന്നാമത്തത് സെൽ സൈക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇനി ഫൈനൽ ബ്രാഞ്ച് എന്ന് പറയുന്ന ഫിസിയോളജിയാണ്. അവിടെ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ്, സെക്കൻഡ് വൺ ന്യൂട്രീഷൻ, തേർഡ് വൺ ഫോട്ടോസിന്തസിസ്, ഫോർത്ത് വൺ റെസ്പിറേഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് പ്ലാന്റ് ഗ്രോത്ത് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ 5 ബ്രാഞ്ചസ് ആണ്: ടാക്സോണമി, മോർഫോളജി, അനാട്ടമി, സൈക്കോളജി ആൻഡ് ഫിസിയോളജി. അപ്പൊ ഇതിൽ ഈ ഓരോ ബ്രാഞ്ചിനുമാണ് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ ഇത്രയും ചാപ്റ്ററിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബയോളജി ക്ലാസിഫിക്കേഷൻ ഒരുപാട് കുറച്ചു, പകരം പ്ലാന്റ് കിട്ടാൻ ഒരുപാട് കയറ്റി. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ചോദിച്ച ചാപ്റ്റർ ചോദിച്ചിട്ട് നമുക്ക് പറയാൻ പ്ലാന്റ് കിങ്ഡം ആണെന്ന് പറയാം. നമ്മൾ എഴുതിയത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് പോയി നമുക്ക് ഇങ്ങനെ ഒരു ഡീവിയേഷൻ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇയറിലുള്ള ബയോളജിയെ നമ്മൾ ഇങ്ങനെ 5 ബ്രാഞ്ചസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ടാക്സോണമി എന്ന് പറയുന്നവരുണ്ട്, മോർഫോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ട്, അനാട്ടമി എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ട്, സൈക്കോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ ഫിസിയോളജി എന്ന് പറയുന്ന ബ്രാഞ്ച്. ഇതൊക്കെ നന്നായിട്ട് അറിയാം. ഒരു പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഇനി എഴുതാൻ പോണ എക്സാമിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് ഐഡിയ ഉണ്ടാകും. അല്ലാതെ നമുക്ക് അവാർഡ് പഠിക്കണമെന്ന് നല്ല പഠിക്കും. ഓക്കെ, വിട്ടേ. ഇതിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ബയോളജി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മളിത് സിയോക്സ് എന്ന് പറയുന്ന എക്സാമിനൊക്കെ സിലബസ് വെച്ചിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ബയോളജി ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നാണ്. അപ്പൊ ഏതൊരു ചാപ്റ്റർ എടുത്താലും അതിൽ എന്താണ് നമ്മൾ പഠിക്കേണ്ടത് ആദ്യം അറിഞ്ഞിരിക്കണം. അല്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിക്കേണ്ടിയിരുന്നത്. തുടക്കത്തിലെ പഠിച്ചു വെച്ചിരുന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അവസാനം നമ്മൾ അറിയണം ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടിയിരുന്നത്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറയും, അതിൽ അവസാനം നിങ്ങൾ പറയണം എന്തായാലും നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്. നമുക്ക് ആദ്യമേ ഞാൻ പറയാം ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കുകൂടാണെങ്കിലും 2009 മുതൽ 2021 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് ഇതിലില്ലാത്ത ഏതെങ്കിലും ഒരു പാർട്ടിനെ നിങ്ങൾ കണ്ടുപിടിച്ച് ചോദിക്കണം. അപ്പോൾ ഇതിലെന്താണ് നമ്മൾ പഠിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ബയോളജി ക്ലാസിഫിക്കേഷന്റെ ഡെഫിനിഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ ബയോളജി ക്ലാസിഫിക്കേഷന്റെ എയിം 3 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, റെക്കോർഡിക്കലി അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഏർലിയർ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഫാദർ ഓഫ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആർച്ച് വിറ്ററാണ്. കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നു, അതിന്റെ മെരിറ്റ് ഡിമെരിറ്റ് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നു. ഇത്രയും വേണമെങ്കിൽ ഫസ്റ്റ് പാർട്ടായിട്ട് മാറ്റാം. ഫസ്റ്റ് പാർട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ബയോളജി ക്ലാസിഫിക്കേഷൻ
ക്ലാസിഫിക്കേഷന്റെ ഡെഫിനേഷൻ, അത് കഴിഞ്ഞിട്ട് എയിം ഓഫ് ബയോളജി ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് അരിസ്റ്റോട്ടൽ ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, വേണമെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം 3 ഡൊമൈൻ ഓർ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ അല്ലെങ്കിൽ RH പിറ്റാഗോറസ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 1969 ക്ലാസിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അവിടെ നമ്മൾ ക്രൈറ്റീരിയ ഫോർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കേണ്ടിയിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കേണ്ടിയിരിക്കുന്നു, കിങ്ഡം മൊണീറയെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു, കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ച് പഠിച്ചിരിക്കുന്നു, കിങ്ഡം ഫഞ്ചയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനുശേഷം പ്ലാന്റ് അനിമലിയെ കമ്പാരിസൺ പഠിച്ചാൽ മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബോട്ടണിയുടെ നെക്സ്റ്റ് ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം ആണ്, സുവോളജിയുടെ നെക്സ്റ്റ് ചാപ്റ്റർ അനിമൽ കിങ്ഡം ആണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ട് എന്ത് പഠിക്കുന്നത് വെച്ചാൽ ക്രൈറ്റീരിയ ഫോർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കമ്പാരിസൺ ഓൺ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് കിങ്ഡം ആൻഡ് അനിമൽ കിങ്ഡം. ഇത് സെക്കൻഡ് പാർട്ട്. ഇനി തേർഡ് പാർട്ട് എന്ന് പറയുന്നത് others particles, അത് ലിവിംഗ് ഓർ നോൺ ലിവിംഗ്, നോട്ട് ഇൻക്ലൂഡഡ് ഇൻ any kingdom, means 2 kingdom, 3 kingdom, 4 kingdom, 5 kingdom, 6 kingdom എന്ന് പറയും. ഇതിലൊന്നും ഉൾപ്പെടുത്താത്തതാണ്. അവരെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എ സെല്ലുലാർ പാർട്ടിക്കിൾസ് പിന്നെ സെല്ലുലാർ പാർട്ടിക്കിൾസ്. എ സെല്ലുലാർ പാർട്ടിക്കിൾസ് 3 പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ആളുടെ പേര് വൈറസ്, രണ്ടാമത്തെ ആളുടെ പേര് വൈറോയിഡ്സ്, മൂന്നാമത്തെ ആളുടെ പേര് പ്രിയോൺസ്. ഇനി സെല്ലുലാർ നമുക്ക് ഒരാളെ പഠിക്കണം, അത് ലൈക്കനാണ്. അപ്പൊ സെക്ഷൻ 3 എന്ന് പറയുന്നതിൽ എന്താണ് പഠിക്കണമെന്ന് ചോദിച്ചാൽ വൈറസ്, വൈറോയിഡ്സ്, പ്രിയോൺസ് ആൻഡ് ലൈക്കൻസ്, ഇങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ബയോളജി ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇതിലില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും. അതായത് ഒന്നുകിൽ ഏറിയൽ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ 3 ഡൊമൈൻ ഓർ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ക്രൈറ്റീരിയ ഫോർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ മൊണീറ, അല്ലെങ്കിൽ പ്രോട്ടിസ്റ്റ, അല്ലെങ്കിൽ ഫഞ്ചൈ, അല്ലെങ്കിൽ പ്ലാന്റ് അനിമലിയ, ഡിഫറൻസ്, അല്ലെങ്കിൽ വൈറസ്, വൈറോയിഡ്സ്, പ്രിയോൺസ് ആൻഡ് ലൈക്കൻസ്. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ സ്പീഡിൽ പോയി എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യവുമില്ല. പഠിച്ചു കഴിയുമ്പോൾ ഇതിനെക്കാട്ടും സ്പീഡിൽ നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് നമുക്കൊരു ചാപ്റ്ററിനെ കുറിച്ച് ആദ്യം ഉണ്ടാവേണ്ട ഐഡിയ. ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ വേണ്ട, പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത്രയുമായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇതിൽ ഈ പറയുന്ന ഈ ടേംസിൽ നിന്ന് എന്തിനെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ, ഇതിനപ്പുറത്ത് നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതുവരെയുള്ള പ്രീവിയസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് നമ്മൾ വൈറസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം, വൈറസ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രീവിയസ് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് എവിടെയൊക്കെയാണ് ഉള്ളത്, അപ്പൊ നമ്മൾ എവിടെയൊക്കെ പ്രൊജക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ. അപ്പൊ നമുക്ക് ആദ്യം ചാപ്റ്ററിനെ കുറിച്ച് ഐഡിയ ഉണ്ടാകും. ആദ്യം കിട്ടിയില്ല എങ്കിലും പ്രശ്നമില്ല, കഴിയുമ്പോഴെങ്കിലും നമുക്ക് കിട്ടണം. ഇപ്പോൾ നിങ്ങൾ പറയണ്ട, പക്ഷെ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, ഐഡിയ കിട്ടി കാണുമല്ലോ? ക്ലിയർ? യെസ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ടേംസ് അല്ല എന്തെങ്കിലും നിങ്ങൾ ആ ബയോളജി ക്ലാസ്സിലെ ചാപ്റ്റർ നിങ്ങൾ കാണത്തില്ല, ഇത്രയും ഉണ്ടാവുള്ളൂ. എല്ലാ ചാപ്റ്ററും ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. അപ്പൊ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് 2 പഠന രീതികളാണുള്ളത്. ഒന്നെന്ന് പറയുന്ന ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു പഠന രീതി, 2 എന്ന് പറയുന്ന സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന പഠന രീതി. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു തന്നെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ, ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ എന്താണ് ഹാർഡ് വർക്ക്, എന്താണ് സ്മാർട്ട് വർക്ക്? ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞിരുന്നാൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിച്ചു തീർത്തിട്ട് നമ്മളൊരു എക്സാം എഴുതാൻ പോകും. ശരി, അതായത് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബയോളജി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ 10 ദിവസമായിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ 1ാമത്തെ ദിവസം അത് പഠിക്കുന്നില്ല, 2ാമത്തെ ദിവസവും പഠിക്കുന്നില്ല, 3ാമത്തെ ദിവസവും പഠിക്കുന്നില്ല, 4ാമത്തെ ദിവസവും പഠിക്കുന്നില്ല, 5ാമത്തെ ദിവസവും പഠിക്കുന്നില്ല, 6ാമത്തെ ദിവസം നിങ്ങൾക്ക് ഒരു എക്സാം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ ഈ 5ാമത്തെ ദിവസം എക്സാമിന് മുന്നേ ഇരുന്ന് ഈ 5 ദിവസത്തെ ക്ലാസ് കൂടെ ഒരുമിച്ച് പഠിച്ചിട്ട് വന്നിരുന്ന എക്സാം എഴുതും. അല്ലാതെങ്കിൽ 10ാമത്തെ ദിവസം എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുന്നു. അല്ലാതെങ്കിൽ 3 ചാപ്റ്ററുകൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു. അതൊന്നും തുറന്നു നോക്കുന്നില്ല, അവസാനം നമ്മൾ 3 ചാപ്റ്റർ ഒരുമിച്ചിരുന്ന് പഠിച്ചു തീർക്കുന്നു. അങ്ങനെ 5 ചാപ്റ്റർ പഠിച്ചു തീർക്കാം. അങ്ങനെ ചെയ്യുന്ന രീതിയിൽ മനസ്സിലാണ് ആളുക. ഭയങ്കരമായിട്ട് നമ്മൾ കുത്തിയിരുന്ന് എഴുതിയിട്ട് പഠിച്ചിട്ട് നമ്മൾ പോയിരുന്ന എക്സാം ആണ്. ഇത് നമുക്ക് ബോർഡ് എക്സാമിന് ആപ്ലിക്കബിൾ ആണ്. വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളൊക്കെ പഠിച്ചുന്ന രീതിയിൽ അങ്ങനെ തന്നെയാണ്. അവസാനത്തെ 3 മാസം ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ, അല്ല പൂജാ ഹോളിഡേസ് വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെയൊക്കെ കളക്ട് ചെയ്തിട്ട് പിന്നെ പഠിച്ചു തുടങ്ങുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനാണ് നമ്മൾ ഹാർഡ് വർക്ക്. കുറച്ച് സമയം നമ്മൾ കൂടുതൽ പഠിച്ചത്. ചിലപ്പോൾ ഒരു സബ്ജക്ട് മൊത്തം പഠിച്ചെടുക്കുന്നവരുണ്ടാവും,
അല്ലെങ്കിൽ ദിവസം ഇത്ര ദിവസമുണ്ട്, ഇതിനെ നമുക്ക് ഇത്ര ദിവസം ബോട്ടണി പഠിക്കാൻ, ഇത്ര ദിവസം സുവോളജി പഠിക്കാൻ, ഇത്ര ദിവസം ഫിസിക്സ് പഠിക്കാൻ, അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നവരുണ്ടാവും. ഇതൊക്കെയാണ് ഹാർഡ് വർക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊരു ബോർഡ് എക്സാമിന് ആപ്ലിക്കബിൾ ആണ്, ഓക്കെ, സമ്മതിക്കും. പക്ഷേ എൻട്രൻസ് നടക്കുന്ന ഒരു എക്സാമിന് ഇത് ആപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിച്ച് ജയിച്ചു പോയിട്ടുള്ള നമുക്ക് കുറെ വർഷങ്ങളായിട്ട്, 15 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്ക് ഇവിടെ ജയിച്ചു പോയിട്ടുള്ള കുട്ടികളെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. അതേപോലെ കിട്ടാതെ പോയിട്ടുള്ളവരെ കുറിച്ച് പറയും. ജയിച്ചു പോയവരെ കുറിച്ച് മാത്രമല്ല നമ്മൾ പഠിക്കുക, കിട്ടാതെ പോയവരെ കുറിച്ച് പഠിക്കുക. അപ്പൊ അവര് പറയുന്നത് കേൾക്കും. എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല എന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് ജയിച്ചു പോയവരെക്കാട്ടിയും നല്ലതായിട്ടുള്ള നിർദ്ദേശമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവര് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എടുക്കാതിരിക്കും. ഇനി രണ്ടാമത്തെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന മെത്തേഡ് ഇവിടെ ഗോയിൽ പഠിച്ചവർക്ക്, അതേപോലെ തന്നെ ഇത് കുറച്ച് റീവെർട്ടിനെ സംബന്ധം പറയുന്നത് അവർക്ക് മനസ്സിലാവും. നമ്മുടെ ക്ലാസ്സിനകത്തൊക്കെ ഇരുന്നവർ നമ്മൾ ഇന്ന് പഠിക്കുന്നു. അപ്പോൾ ആ പഠിക്കുന്നത് എത്ര എന്താണോ പഠിക്കുന്നത് വളരെ ചെറിയൊരു കണ്ടന്റ് ആയിക്കോട്ടെ, ആ കണ്ടന്റ് നമ്മൾ ഇന്ന് തന്നെ വായിക്കുന്നു, പഠിക്കുന്നു. ഇന്ന് പഠിക്കുന്നത് ഇന്ന് തന്നെ നമ്മൾ പഠിച്ചു തീർക്കുന്നു. പ്ലസ് അതിനെ ബേസ് ചെയ്തിട്ട് ആ നോട്ടിനെയും അത് വരുന്ന ടെക്സ്റ്റിനെയും, നമ്മുടെ ടെക്സ്റ്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് NCERT-നെയാണ് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ NCERT സിലബസിൽ പറയുന്നത്. സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് മാത്രം, വേറെ ടെക്സ്റ്റ് ഒന്നും നോക്കരുത്. ബയോളജി അല്ലെങ്കിൽ ബോട്ടണിയിൽ അല്ലെങ്കിൽ എന്റെ ചാപ്റ്റർ അതൊക്കെ നോക്കാൻ നമുക്ക് സമയം തരാം. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഡിസ്കസ് ചെയ്തരാം. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങൾ നോട്ട് വായിക്കുക, NCERT ടെക്സ്റ്റ് മാത്രം വായിക്കുക. അതിന് നമ്മുടെ ഇന്നത്തെ നോട്ടിനെയും ആ NCERT ടെക്സ്റ്റിൽ നിന്നും വരുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് നമ്മൾ എത്രയാണോ എത്തിയിട്ടുള്ളത് ആ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ്, ഏറ്റവും കുറഞ്ഞത് 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ഉണ്ടാക്കണം. അത് നോട്ടിനകത്ത് എഴുതരുത്, വേറെ ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്തോ എഴുതി വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മതി, അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് മതി, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്സ് മതി, അല്ലെങ്കിൽ അനലോഗി ടൈപ്പ് ക്വസ്റ്റ്യൻ മതി, അല്ലെങ്കിൽ ഓർഡർ മതി. ഇങ്ങനെ 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആവാം, ട്രൂ ഓർ ഫാൾസ് ആവാം, മാച്ച് ദ ഫോളോയിങ് ആവാം, അനലോഗി ആവാം, ഓർഡർ ആവാം. ഈ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മാച്ച് ദ ഫോളോയിങ് ആവാം, അല്ലെങ്കിൽ മിസ് മാച്ച് ആവാം, കറക്റ്റ് വണ്ണാവാം. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു 15-നും 20-നും ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്മൾ നോട്ട് വായിക്കുന്നു, ടെക്സ്റ്റ് നോക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഏകദേശം ഈ ചാപ്റ്റർ ബയോളജി ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന 10 ദിവസമായിട്ടാണ്, അല്ലെങ്കിൽ 9 ദിവസം എന്തായാലും 9 പീരീഡ് വേണം. അപ്പൊ 9 ദിവസം കൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ 9 ദിവസവും നമ്മൾ 20 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാകും. അപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന 180 ക്വസ്റ്റ്യൻ, 190 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നിങ്ങൾ ഉണ്ടാകും, നിങ്ങൾ മനസ്സിൽ നമ്മൾ മനസ്സിൽ ഒക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ 180 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കുക. അതായത് 2009 മുതൽ 2021 നിങ്ങൾ എഴുതിയത് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യനെ കാരണം ടെക്സ്റ്റിന് മാത്രമേ ചോദിക്കാവൂ. ടെക്സ്റ്റിൽ നിന്നാണ് നമ്മൾ ഓരോ ദിവസവും ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ചെയ്തത് ഒരു എന്താണെന്ന് പറയാം, സ്മാർട്ട് വർക്ക് ആണെന്ന് പറയാം. കാരണം ഈ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ തന്നെ സ്വയം കണ്ടെത്തിയതായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചുള്ളൂ. അപ്പൊ നമുക്ക് വിശ്വസിക്കാം ഇനി എഴുതാൻ പോണ എക്സാമിനും നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസേ അവർക്ക് ചോദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതാൻ പോണ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ സ്വയം പ്രിപ്പയർ നേരത്തെ ചെയ്യുന്നു. ഇറ്റ് ഇസ് കോൾഡ് സ്മാർട്ട് വർക്ക്. അതിന് അന്നന്ന് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് പറയുന്ന ഹാർഡ് വർക്ക് എന്ന് പറയുന്ന മെത്തേഡ് ആപ്ലിക്കണം. മറ്റൊന്നല്ല, ബോർഡ് എക്സാം ആണ്. നമുക്കൊരു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ചൂസ് ചെയ്താൽ അടുത്തൂടെ എഴുതി പോയി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടും. ഇവിടെ അങ്ങനെയല്ല. ഈ തരുന്ന ഓപ്ഷൻസിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് അല്ല, ആ സിറ്റുവേഷൻ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ തന്നെ അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ ഓരോ പാരഗ്രാഫിനും മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എൻട്രൻസിന് യാതൊരുവിധ കുറുക്ക് വഴികളും ഉള്ളതായിട്ട് എനിക്കറിയില്ല. പ്രത്യേകിച്ച് പോയിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അവനവൻ കണ്ടെത്തുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റിസൾട്ട് മൈനസ് ആയാൽ അതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചത് കുറഞ്ഞു പോയി എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ എടുത്ത എഫേർട്ട് കുറഞ്ഞു പോയി എന്നാണ്. കൂടുതൽ എഫേർട്ട് എടുത്തവന് ഇതേപോലെ എഫേർട്ട് എടുത്തവന് ഈശ്വരൻ കൊടുക്കുന്ന ഗിഫ്റ്റിനെയാണ് റിസൾട്ട് എന്ന് വിളിക്കുക.
ഇനി ഏത് ഒരു സാമാന്യ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് ജയിച്ച ആർക്കും മനസ്സിലാവുന്ന സിമ്പിൾ ലോജിക്കായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ടെക്സ്റ്റ് വരുന്നു എന്ന് പറയുന്നത് 2009-ലാണ്. നിങ്ങൾ എഴുതാൻ പോണ എക്സാം എന്ന് പറയുന്നത് 2022-ലാണ്. ഇത്രയും തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 13 ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടും. പ്ലസ് ഈ 2018 തൊട്ടാണ് നീറ്റ് എന്ന് പറയുന്ന ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു പറയും. അതിനു മുന്നേ നീറ്റ് വരെ ഈ പറയുന്ന സ്കീമും നീറ്റും വേറെ വേറെ. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് നോക്കി ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു പ്രീവിയസ് ആയിട്ട് കിട്ടും. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 20 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഈ ടെക്സ്റ്റ് മാറാതെ ഈ ചാപ്റ്ററിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിച്ചാലും ഈ 20 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കാൻ പറ്റും. അതിൽ യാതൊരു തർക്കവുമില്ല, അല്ലെങ്കിൽ യാതൊരു അതിശയോക്തിയില്ല. നമ്മൾ ഈ 20 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ എൻട്രൻസിന് അതിൽ ചെറുതായിട്ട് അങ്ങോട്ട് തിരിക്കാം. അപ്പോൾ നമുക്ക് കണ്ടന്റ് അറിഞ്ഞുകൊണ്ട് പഠിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സത്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ 20 ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനിയും നിങ്ങൾ എഴുതാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ പോലും മുന്നേ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടില്ല. ഇത് തന്നെയാണ് ഇനിയും ആവർത്തിക്കും. ഇനിയും നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം പഠിച്ച് ആ കാരണത്തിൽ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയെടുത്ത് അതും ബൈഹാർട്ട് ചെയ്ത് സ്പീഡ് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഫിസിക്സ് കെമിസ്ട്രിക്ക് കൂടുതൽ സമയം ബയോളജിയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല. ആ ചോദിച്ച ക്വസ്റ്റ്യന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്ഥാപനത്തിനെ വിശ്വസിക്കണം, അധ്യാപകരെ വിശ്വസിക്കണം, നിങ്ങൾ തന്നെ വിശ്വസിക്കണം. അതായത് നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വിശ്വാസം അർപ്പിക്കുക. എന്നിട്ട് ധൈര്യമായിട്ടൊക്കെ പഠിച്ചു പോകാൻ യാതൊരു പ്രശ്നവുമില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പെൻസിലിട്ട് വരച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ എന്തായാലും ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും നമുക്ക് വിശ്വസിക്കാം. അപ്പൊ നേരെ കാണുമ്പോൾ അങ്ങനെ ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും. അപ്പൊ നമുക്ക് വളരെ ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡിയാണല്ലോ? ഇവിടെ പഠിച്ചിരുന്നവർക്ക് അറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞ് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് എല്ലാവരുടെ ഓഡിയോ ഓൺ ആക്കിയാൽ അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കിയാൽ ഇതുണ്ടോ, അതുകൊണ്ട് മാത്രം എങ്കിലും റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, കഴിയുന്നവർ വീഡിയോ ഓൺ ആക്കി വരിക. കഴിയുന്നവർ ഓക്കെ. അത് ചില പരിമിതികളൊക്കെ ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്കറിയാം. എങ്കിലും പറ്റുമെങ്കിൽ ചെയ്തിരിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ വിട്ടേക്കാം. അപ്പൊ നമുക്ക് പഠിക്കാം ബയോളജി ക്ലാസിഫിക്കേഷൻ. ഇവിടെ നമുക്ക് പറയാം ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ബയോളജി ക്ലാസിഫിക്കേഷന്റെ ഡെഫിനിഷനും അതിന്റെ മെരിറ്റുമാണ്. ഇതൊരു പാർട്ടായിട്ട് നമ്മൾ പഠിച്ചില്ല. ഇത് രണ്ടും ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വർഗീകരണം എന്നാണ്. അപ്പൊ ബയോളജി ക്ലാസിഫിക്കേഷൻ എന്നാൽ ലിവിംഗ് ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് തിരിക്കുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എഴുതിക്കോളൂ ബയോളജി ക്ലാസിഫിക്കേഷൻ. ദ സയന്റിഫിക് പ്രൊസീജിയർ ഓഫ്, ടെൻഷൻ ഒന്നും വേണ്ട, പറഞ്ഞാലോ. The scientific procedure of grouping of living organism based on the similarity and dissimilarity. Based on the similarity and dissimilarity. അപ്പോൾ ലിവിംഗ് ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് തിരിക്കുന്നതിനാണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും പറയാം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സിലബസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മളത് ചെയ്യുക. ഓക്കെ, അടുത്ത സൈഡിൽ എയിം ഓഫ് ബയോളജി ക്ലാസിഫിക്കേഷൻ. എയിം എന്ന് മാത്രമേ എഴുതിയാൽ മതി. പറ, നമ്മൾ എന്തിനാണ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ ലിവിംഗിന് ബയോളജി ക്ലാസിഫിക്കേഷൻ വിട്, വേറെ ഇതെടുക്ക്. എന്തിനായിരിക്കും നമ്മൾ ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് സ്റ്റാൻഡേർഡ് എടുക്കാം. സ്കൂളിൽ സ്റ്റാൻഡേർഡ് എടുക്കുക. 8th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ABCD എന്ന് നമ്മൾ തിരിക്കാറുണ്ട്. എന്തിനാണ്? 8th സ്റ്റാൻഡേർഡിലെ കുട്ടിയെ കണ്ടെത്തുന്നു പറയുന്നു. അതല്ല, 8th Cയിലെ കുട്ടിയെ കണ്ടെത്തണമെന്ന് പറയുന്നത്. ഏതായിരിക്കും എളുപ്പം? 8th C അല്ലേ? അപ്പൊ ക്ലാസിഫിക്കേഷൻ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റഡി ഈസി ആക്കാൻ വേണ്ടിയിട്ടും ഡെപ്ത് ആക്കാൻ വേണ്ടിയിട്ടും എഴുതണം. ഫസ്റ്റ് വൺ സ്റ്റഡി ഈസി, അടുത്ത സ്റ്റഡി ഇൻ ഡെപ്ത്, ആഴത്തിൽ പഠിക്കാനും എളുപ്പത്തിൽ പഠിക്കാനുമാണ് നമ്മൾ എപ്പോഴും ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരിക. ചാപ്റ്റർ തന്നെ നോക്ക്,
നമ്മൾ നോക്കി കഴിഞ്ഞാൽ 5ാം ക്ലാസ് വരെ നമ്മൾ സയൻസ് എന്നാണ് പറയുക. 6 തൊട്ടാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോവുക. 10th തൊട്ട് അല്ലെങ്കിൽ 11th തൊട്ടാണ് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സോളജി എന്നിട്ട് പിടിക്കുക. കാരണം ഇതെല്ലാം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഡെപ്തിൽ പോകാൻ വേണ്ടിയിട്ടുമാണ്. ക്ലിയർ ആണ്? അപ്പോൾ എനിക്കറിയേണ്ടത് ബയോളജി ക്ലാസിഫിക്കയുടെ ഡെഫിനിഷൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ ബയോളജി ക്ലാസിഫിക്കയുടെ ഗെയിമും നിങ്ങൾക്ക് അറിയാം. ആ കല്ലുകൾ അവിടെ ഉണ്ടോ? ഉണ്ടോ? ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എഴുതാൻ പോണ പരീക്ഷയിൽ വരും, അതായത് നിങ്ങൾ ഇനി അടുത്ത എക്സാം എഴുതാൻ ഇവിടെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കിനകത്താണ് ഞാൻ ആഗ്രഹം. അത് പറയുമ്പോൾ മനസ്സിലായില്ല എങ്കിൽ ആയില്ല എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മാത്രം മതി, മനസ്സിലാക്കി തരാം. പിന്നെ അത് പരീക്ഷ വരെ ഓർത്തിരിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ക്ലിയർ? അതുകൊണ്ടൊന്ന് റെസ്പോണ്ട് ചെയ്ത് പറയണം. മനസ്സിലായില്ല എങ്കിൽ ആയി, എങ്കിൽ ആയി, വേറെ പ്രശ്നമില്ല. ഇത്രയും ക്ലിയർ ആണ്? ആണല്ലോ. ഇനി നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആദ്യം കണ്ടെത്തിയ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് പറയാം, അതായത് റെക്കോർഡിക്കലി ഉള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റ് ടു സയന്റിഫിക് മെത്തേഡ്. സയന്റിഫിക് മെത്തേഡ് വെച്ചിട്ടുള്ള ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഏർലിയർ ക്ലാസിഫിക്കേഷൻ എന്നാണ്. എഴുതണ്ട, നമുക്ക് എഴുതാം. ഏർലിയർ ക്ലാസിഫിക്കേഷൻ. അപ്പൊ എന്താണ്? Based on scientific methods. Scientific method വെച്ചിട്ടുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇത് ആരുടേതെന്ന് ചോദിച്ചാൽ ആൻസർ ബൈ അരിസ്റ്റോട്ടിൽ. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണെന്ന് പറഞ്ഞു? LKG കുഞ്ഞുങ്ങളുടെ സ്വഭാവം കാണിക്കില്ല. ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. ഇതൊക്കെ നമുക്കില്ല, ഓർഡർ ഇങ്ങനെ വരുള്ളൂ. ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. ഇനി ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. അനിമൽസിന് അദ്ദേഹം ക്ലാസ് ചെയ്തു. പറയാൻ എങ്ങനെയാണ്? രണ്ടാണ്. ഏതൊക്കെയാണ്? നോക്കി ആരും എഴുതരുതേ. ഇത്രയും പറയുന്ന അനുസരിച്ചാൽ മാത്രമല്ല. എഴുതരുത്, എഴുതരുത്. അത്രയും റെഡ് ബ്ലഡ്, നോൺ റെഡ് ബ്ലഡ്. അപ്പൊ അതിന്റെ മീനിങ് പറ. റെഡ് ബ്ലഡ് ഉള്ള അനിമൽസ്, റെഡ് കളർ ഇല്ലാത്ത അനിമൽസ്, ഇതല്ല പ്രശ്നം. അപ്പൊ നമുക്ക് ഇവിടെ റെഡ് ബ്ലഡ് എന്തെല്ലാം? വിത്ത് RBC ആണ്, വിത്തൗട്ട് RBC ആണ്? വിത്ത് RBC. അപ്പൊ ഇവിടെ എന്തെഴുതാം? അത്രയേ ഉള്ളൂ. ഇതിന് അദ്ദേഹം വിളിച്ച പേരുണ്ട്. റെഡ് ബ്ലഡ് അദ്ദേഹം വിളിച്ച പേര് എനൈമ. എന്താണ്? അപ്പൊ ഇവിടെ എന്താ പറയാ? അനൈമ. ഓക്കെ. അപ്പൊ ഇവിടെ ഇതാണ് നമ്മളൊന്ന് ക്ലിയർ ചെയ്യുന്ന സ്ഥലം. ബാക്കി നമുക്ക് അറിയാവുന്ന ഉണ്ടോ? ഉണ്ടോ? അപ്പൊ സയന്റിഫിക് മെത്തേഡിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ അദ്ദേഹം പ്ലാന്റ്സിനെ 3 ആയിട്ട് തിരിച്ചു, അനിമൽസിനെ 2 ആയിട്ട്. ഈ അനിമൽസിനെ 2 എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളൊന്ന് ക്ലിയർ. വിത്ത് RBC, വിത്തൗട്ട് RBC, എനൈമ, അനൈമ, ടെസ്റ്റ് മാത്രമേ പ്രശ്നം. അപ്പൊ അതൊന്ന് പ്രൊജക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് പഠിക്കണം. ക്ലിയർ അല്ലേ? ഇനി പലതരം വരച്ചേക്ക് തെറ്റുന്ന സ്ഥലങ്ങളാണ് പറയുന്നത്. എന്തേ തെറ്റുന്നില്ല. Based on scientific method. First attempt to scientific method. First attempt to scientific method. ആദ്യമാണ് സയന്റിഫിക് മെത്തേഡിനെ വെച്ചുകൊണ്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയത് ദൈവമാണ്. കഴിയുമ്പോഴൊന്ന് പറയണേ. കഴിഞ്ഞു? എല്ലാവരും ഫിനിഷ് ആണല്ലോ? എല്ലാവരും ഫിനിഷ് ചെയ്തോ? എല്ലാവർക്കും എഴുതാൻ സമയം തരുന്നുണ്ട്. അതിനുശേഷം മനസ്സിലായോ എന്ന് ചോദിക്കുന്നുമുണ്ട്. ഉണ്ടല്ലോ? യെസ്. അപ്പൊ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ സ്പീഡ് കൂടിപ്പോയി എന്നോ പെട്ടെന്ന് പഠിപ്പിച്ചതോ നിങ്ങൾ പറയാൻ പാടില്ല. മാക്സിമം സ്പീഡിൽ തന്നെ നമുക്ക് പോയിട്ടിരിക്കണോ. പക്ഷെ അത് നമുക്ക് എഴുതല്ല, പതുക്കെ കൂടിക്കണം. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് മാറിക്കണം. കാരണം നമുക്ക് റിവിഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം. അതുകൊണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സമയം എടുക്കണം. ആവശ്യമില്ലാതെ പെട്ടെന്ന് പോകണം. ക്ലിയർ ആണ്? അടുത്ത നമ്മൾ പഠിക്കേണ്ടത് ഇനി ഒന്നും എഴുതുക. നോക്കിയിരിക്കെ
കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരും എഴുതരുത്. കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മിസ് മാച്ച് അല്ലെങ്കിൽ കറക്റ്റ് വണ്ണാണ് നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആദ്യം പഠിക്കാനുള്ളത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പിന്നെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും ഓക്കെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തത്? കാൾ ലിനക്സ്. അറിയാവുന്നത് പറയാം, കുഴപ്പമൊന്നുമില്ല. കാൾ ലിനക്സ്. അപ്പൊ ഇതാരായിരിക്കും? ഏണസ്റ്റ് ഹെഗൽ. ഇപ്പൊ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ പറഞ്ഞു. ഏണസ്റ്റ് ഹെഗൽ. അടുത്തത് കോപ്ലർ. അടുത്തത് പറഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇയർ അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് പക്ഷേ ഇത് കറക്റ്റ് ഒന്നും അല്ല, പലതിലും പലതും എഴുതിയേക്കുന്ന 35 എന്ന് പറയുന്നവരുണ്ട്. ഇവിടെ 1866, ഇവിടെ 1956, ഇവിടെ 1969. ഇത് മാത്രമാണ് പരീക്ഷയിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായും ഇത് പഠിച്ചിട്ട് അന്ന് പഠിക്കണം നിർമ്മാണം. പിന്നെ എന്താണെങ്കിൽ നമ്മൾ എഴുതുന്നേ ഉള്ളൂ, അത് പഠിക്കണമെന്നില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ആണല്ലോ. ഇനി നമുക്കിവിടെ വേണ്ടത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് പറഞ്ഞോ? കിങ്ഡം, കിങ്ഡം എന്ന് എഴുതുമ്പോൾ അറിയാലോ. കിങ്ഡം പറ. പ്ലാന്റേജ്, കിങ്ഡം അനിമേലിയ. ഓക്കെ, 3 കിങ്ഡം പറഞ്ഞോ? കിങ്ഡം കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റേജ്, കിങ്ഡം അനിമേലിയ. മാറ്റമൊന്നുമില്ല. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കോ ധാരണ വേണ്ടേ? കിങ്ഡം മുന്നേ വരണം, ബാക്കി മാറ്റില്ല. കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റേജ്, കിങ്ഡം അനിമേലിയ. 5 കിങ്ഡം പറ. കിങ്ഡം മോണിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇനിയാണ് കിങ്ഡം കിങ്ഡം പ്ലാന്റേജ് അനിമേലിയ. ക്ലിയർ? ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പതുക്കെ നമ്മുടെ സയന്റിസ്റ്റിന്റെ പേര് ഇത് ബാച്ചിലർ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഇയർ പഠിക്കുമ്പോൾ ഏത് ഇയർ മാത്രം പഠിച്ചാൽ മതി, പഠിക്കണം. ഒന്ന് പതുക്കെ എഴുതി വെച്ചേക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എഴുതിയില്ലേടാ? യെസ്, ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ എഴുതുന്നേ? എന്റെ അഭിപ്രായം ഞാൻ പറയാം, നിങ്ങൾ പേപ്പറിൽ എഴുതുന്നതാണ്. എന്നിട്ട് ഒരു പ്രാവശ്യം പഠിച്ചിട്ട് നോട്ട്ബുക്കിലോട്ട് നല്ല നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് നിങ്ങളുടെ ഗ്രാമറൊക്കെ കയറ്റി ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് നിങ്ങളുടെ രീതിയിൽ നോട്ട് എഴുതുന്നതായിരിക്കും വളരെ നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് പാടായിട്ട് തോന്നും, പക്ഷേ അവസാനം നിങ്ങൾക്കത് ഒരുപാട് ഉപയോഗം ചെയ്യും, ഗുണം ചെയ്യും. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം ഞാൻ പറയുന്ന പ്രീവിയസ് ഇവിടുന്ന് പോയിട്ടുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ബയോളജി ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ റിവിഷൻ നടത്താറില്ല. അതെപ്പോഴും നമ്മൾ അങ്ങനെയാണ്. കാരണം അവസാനം നമ്മൾ ഫിസിക്സ് കെമിസ്ട്രിക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോകും. ഇപ്പോ നിങ്ങൾ എൻട്രോക്ഷൻ വെച്ച് എഴുതിയാൽ ഇത്രയും ആഴത്തിലാണ് നമ്മുടെ മനസ്സിൽ കിടക്കുക. അത് നമുക്ക് അവസാനത്തെ റിവിഷനത്തിൽ കുറഞ്ഞു പോയാലും ഉപയോഗം ചെയ്യും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് പഠിക്കുക, അതിനുശേഷം പഠിച്ചത് നിങ്ങൾ കാണാതെ പറയുന്നതിന് ശേഷം നോട്ട്ബുക്കിലൊന്ന് മാറ്റി എഴുതുക, നല്ലത്. ഓക്കെ, വിട്ടെ. ഇനി ഇവിടെ ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ താഴെ ചെറുതായിട്ട് എഴുതുക ഡീമെരിറ്റ്സ്. ഇതിന്റെ 2 ഡീമെരിറ്റ്സ് പറയുന്നു. പറയാമോ ഡീമെരിറ്റ്സ് എന്താണെന്നുള്ളത്? ഇതിനകത്ത് പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും ഉണ്ട്. ഇതിനകത്ത് പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും. പ്രോക്യാരിയോട്സിനെയും യൂക്യാരിയോട്സിനെയും കൂടെ ഓരോ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ഒന്നാമത്തെ ഡീമെരിറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ?
Yes, sir. എഴുതിക്കോ. ഇൻക്ലൂഡഡ് ഇൻ പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. പ്രോക്യാരിയോട്സ് യൂക്യാരിയോട്സ് നോക്കില്ല. രണ്ടാണ് പ്രോക്യാരിയോട്സ് യൂക്യാരിയോട്സും ഉണ്ട്. ന്യൂക്ലിയസ് ഉള്ളത് ന്യൂക്ലിയസ് ഇല്ലാത്തപ്പോൾ ഒന്നിനകത്ത് അതൊരു ഡിമെരിറ്റ് ആണ്. രണ്ടാമത്തെ ഡിമെരിറ്റ് എഴുതിയോ? ബോത്ത് പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ് ആണ് ഇൻക്ലൂഡ്. അത്രയും മതി. അടുത്തത് ഇതിനകത്ത് ഓട്ടോട്രോപ്സും ഉണ്ട് ഹെറ്ററോട്രോപ്സും ഉണ്ട്. ഇതിനകത്ത് ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ ഇതിനകത്ത് കയറി വന്നപ്പോൾ എഴുതണം ഇൻക്ലൂഡഡ് ബോത്ത് ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. ഇത് രണ്ടും അതിന്റെ ഡിമെരിറ്റുകൾ തന്നെയാണ്. ഇവിടെ വേറെ എടുത്ത് നമുക്ക് ഡിമെരിറ്റ് പഠിക്കാനില്ല. പിന്നെ ഫൈറ്റിംഗ് തമ്മിൽ ഡിമെരിറ്റ് ഉണ്ട്. അത് നമുക്ക് അവിടെ ഇത് മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് നമുക്ക് അവിടുത്തെ ഡിമെരിറ്റ് അവിടെ ഇടാം. അപ്പൊ ടൂ കിണ്ടത്തിന് മാത്രം ഡിമെരിറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ എഴുതിയിരിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് അത്ര ഉണ്ടോ? പറഞ്ഞില്ല, കേട്ടില്ല. പ്ലാന്റിനകത്ത് പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും ഉണ്ട്. അനിമേലിൽ പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും. അപ്പൊ പ്രോക്യാരിയോട്സിനെയും യൂക്യാരിയോട്സിനെയും ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. അത് ഒന്നാമത്തെ ഡിമെരിറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. എഴുതിയോ? അതേപോലെ തന്നെ പ്ലാന്റിനും ഓട്ടോട്രോപ്സും ഉണ്ട് ഹെറ്ററോട്രോപ്സും ഉണ്ട്. അനിമേലിനും ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും ഉണ്ട്. വേറെ അതിനകത്ത് അങ്ങനെ ഇല്ല. ഓട്ടോട്രോപ്സ് വേറെ ഗ്രൂപ്പിലാണ്, ഹെറ്ററോട്രോപ്സ് ഇവിടെ രണ്ടിനെയും ഒന്നിട്ടുണ്ട്. ഇൻക്ലൂഡ്സ് ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. ഒന്ന്. രണ്ട്, ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താണ് പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. എഴുതിയോ? പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും ഉണ്ട്. അതൊരു ഡിമെരിറ്റ് ആണ്. അതിനെ സെപ്പറേറ്റ് ചെയ്തില്ല. പ്രോക്യാരിയോട്സ് യൂക്യാരിയോട്സ് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഓട്ടോട്രോപ്സിനെ ഹെറ്ററോട്രോപ്സിനെ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് പഠിക്കേണ്ടത് അടുത്ത കഴിഞ്ഞ ഇത് കേട്ടോ ഇല്ല. ഇനി നോക്കി, ഇനി നമ്മൾ പറയുന്ന ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നിങ്ങൾ എടുത്തു നോക്കി. ഇതിൽ കിങ്ഡം മൊണീറയ്ക്ക് വേറൊരു പേരുണ്ട്. പറയാമോ ആണെങ്കിലും? കിങ്ഡം മൊണീറ വേറൊരു പേര്. അതെ, കിങ്ഡം പ്രോക്യാരിയോട്ട എന്നാണ്. ഇവരെല്ലാവരും എതിനകത്താ വരിക? യൂക്യാരിയോട്ട്. ഇതിൽ ഇയാളെന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്. ബാക്കിയുള്ളവരെ നടക്കും. ഇയാളെ വേണമെങ്കിൽ വേറെ പേരുണ്ട യൂണിസെല്ലുലാർ യൂക്യാരിയോട്ട്, ബാക്കിയുള്ളവരെ മൾട്ടിസെല്ലുലാർ യൂക്യാരിയോട്ട്. അപ്പൊ ഇവിടെ കണ്ട പ്രോക്യാരിയോട്സ് യൂക്യാരിയോട്സ് ഡിവൈഡ് ചെയ്താന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ കിങ്ഡം മൊണീറയുടെ വേറെ പേരാണ് കിങ്ഡം പ്രോക്യാരിയോട്ട. ബാക്കിയുള്ളവരെല്ലാം കിങ്ഡം യൂക്യാരിയോട്ട. അങ്ങനെയാണെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് യൂക്യാരിയോട്സിനാണോ പ്രോക്യാരിയോട്സിനാണോ? കൂടുതൽ ഇമ്പോർട്ടൻസ് യൂക്യാരിയോട്സ് ആണ്. യൂക്യാരിയോട്സിനാണ് നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ, ലിവിംഗ് ഓർഗാനിസം എടുക്കുകയാണെങ്കിൽ ലിവിംഗ് ഓർഗാനിസം ഉണ്ടാക്കി പ്രോക്യാരിയോട്സ് യൂക്യാരിയോട്സിന് വീണ്ടും നാലാക്കി. അങ്ങനെ ഇമ്പോർട്ടൻസ് ആർക്കാ കൊടുത്തിരിക്കുന്നത്? പ്രോക്യാരിയോട്സ് സോറി യൂക്യാരിയോട്സിനല്ലേ? അത് വേറൊരു നാട്ടുകാരനായിട്ട് ഇഷ്ടപ്പെട്ടില്ല, വേറൊരു പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രോക്യാരിയോട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് പറയാമോ? ത്രീ ഡൊമൈൻ സിസ്റ്റം. ഇതിനെ തന്നെ വേറെ ഇതിൽ പറയുന്നത് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇത് ആരാണ് കൊണ്ടുവന്നേ? കാൾ പോസ്. പഠിച്ചോണേ. കാൾ പോസ്. ഇയർ പറയാമോ? അയ്യോ, 1990 ത്രീ ഡൊമൈൻ സിസ്റ്റം 1997 സിക്സ് കിങ്ഡം വരുന്നത്. രണ്ടോളം ഒരുമിച്ചല്ല പറഞ്ഞിരുന്നത്. അത്രേ ഉള്ളൂ. ത്രീ ഡൊമൈൻ വരുന്നത് 1990 സിക്സ് കിങ്ഡം വരുന്നത് 1997. ത്രീ ഡൊമൈൻ മാത്രമേ ചോദിക്കുള്ളൂ, സിക്സ് കിങ്ഡം ചോദിക്കത്തില്ല. ഇനി പറയാം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയുന്ന ലിവിംഗ് ഓർഗാൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. അതാണ് ത്രീ. ഫസ്റ്റ് വൺ ഡൊമൈൻ. അപ്പൊ അടുത്ത ഡൊമൈൻ ഉണ്ട്. അടുത്ത ഡൊമൈൻ പറഞ്ഞോ. ആർക്കാ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നേ? പ്രോക്യാരിയോട്സിന് മൊണീറൻ അദ്ദേഹം രണ്ടാണ്. അതിലാക്കിയതാണ് ഡൊമൈൻ. പറഞ്ഞോ ഡൊമൈൻ. ആർക്കിബാക്ടീരിയ എന്ന് പറയാം. ആർക്കിനെ അദ്ദേഹം വിളിച്ചോളൂ. നമ്മൾ ചിലത് ആർക്കിബാക്ടീരിയ എന്ന് പറയാം. ഡൊമൈൻ ഇതിനെന്ത് വിളിച്ചോ? ഡൊമൈൻ യൂബാക്ടീരിയ. ആരെയാണ് ഈ രണ്ടാക്കിയിരിക്കുന്നത്? മൊണീറ എന്ന് പറയുന്നതിന് രണ്ടാക്കിയത്. ബാക്കിയുള്ള ഒറ്റ പേരിന് ഉള്ളൂ. എന്തായാലും ഡൊമൈൻ യൂക്യാരിയോട്ട. യൂക്യാരിയ എന്ന് പറയുന്നുണ്ട്, യൂക്യാരിയോട്ട എന്ന് പറയുന്നത്. രണ്ട് ഡൊമൈൻ കണ്ടോ? ഇതിനെ ഒരുമിച്ച് നിർത്തി ബാക്കി
ഈ മൊണിയറിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ എന്തൊക്കെയാണ് വരിക? പറഞ്ഞോ. ഡൊമൈൻ three domain system का three domain system proposed three domain system proposed by Carl Woese in 1990. It includes domain RP, domain Ubacteria and domain Eukarya. Clear അല്ലേ? Clear. ഇതിനെ നമ്മൾ സിക്സ് കിങ്ഡം ആക്കി പറഞ്ഞു തന്നിരിക്കുന്നത്. സിക്സ് കിങ്ഡത്തിൽ ആറ് കിങ്ഡം എങ്ങനെയായിരുന്നു? കിങ്ഡം RP പറടാ കിങ്ഡം Ubacteria, റാക്കി അടുത്ത കിങ്ഡം പറയണം. കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ഇതിനെ രണ്ടാക്കി കൊടുത്താൽ മതി. ആർക്കി എന്നും യൂബാക്ടീരിയ. ബാക്കി അതേതൊക്കെ കിങ്ഡത്തിലേക്ക് മനസ്സിലായോ? മനസ്സിലായോ ഇല്ല? എനിക്ക് അത് നോക്കാൻ കേട്ടോ. മനസ്സിലായി. അപ്പൊ അടുത്ത എഴുതിക്കോ. ത്രീ ഡൊമൈൻ സിസ്റ്റം. സെക്ഷനത്തിൽ നമ്മൾ അറ്റത്തോട്ട് മാറ്റി എഴുതണേ. എന്നാലും നമുക്ക് ഇത് വായിച്ചു വരുമ്പോൾ കിട്ടുള്ളൂ. ഡൊമൈനിൽ പറയാൻ പറ്റും. ഓക്കെ, കഴിഞ്ഞോ? ആർക്കെല്ലാം ത്രീ ഡൊമൈൻ സിസ്റ്റം പറയാൻ അറിവുണ്ടോ? ത്രീ ഡൊമൈൻ സിസ്റ്റം ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഇയർ എന്നാണ്. ഏതൊക്കെയാണ് മൂന്ന് ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ? ഏതൊക്കെയാണ്? ഡൊമൈൻ ആർക്കി, ഡൊമൈൻ യൂബാക്ടീരിയ. ഈ ഡൊമൈൻ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഡൊമൈൻ ആർക്കി എന്ന ഡൊമൈൻ യൂബാക്ടീരിയ ഫൈവ് കിങ്ഡത്തിലെ ഏത് കിങ്ഡത്തിലാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്? കിങ്ഡം മൊണിയറ. അതിന്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ ആരൊക്കെയാണ് മൂന്ന് ഡൊമൈൻസ് പറയുക. സിക്സ് കിങ്ഡം ഏതൊക്കെയാണ് ചോദിച്ചാൽ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ബയോളജി ക്ലാസിന്റെ ഫസ്റ്റ് പാർട്ട്. അപ്പൊ ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നിങ്ങൾ പറയണം. ആദ്യം പഠിച്ച ബയോളജി ക്ലാസിഫിക്കേഷന്റെ ഡെഫിനിഷൻ, അത് കഴിഞ്ഞിട്ട് എയിം ഓഫ് ബയോളജി ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ഏർലിയർ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷൻ, അതിനുശേഷം നമ്മൾ പഠിച്ച ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഡിമെരിറ്റ്, അത് കഴിഞ്ഞിട്ട് ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ത്രീ ഡൊമൈൻ ഓഫ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത്രയും പറഞ്ഞു. ഇത്രയും ഓർഡർ പറയാൻ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇതാണ് സിലബസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സീക്വൻസിൽ പറയാൻ അറിയൂടെ? അറിയാം. ഇതേപോലെ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ ബോട്ടണി മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തെന്ന് പോകും. ഓക്കെ, ഇത്രയോടോ അല്ലാതെ യാതൊരു കുറുക്ക് വഴിയുമില്ല. ഇനി നമ്മൾ അടുത്ത പാർട്ടോട്ട് പോകും. ഇനി സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന ഡീറ്റെയിൽഡ് സ്റ്റഡി ഫോർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിൽ നമ്മൾ ഏറ്റവും ഇപ്പൊ നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ടാണ് ആർഎച്ച് വിറ്റാക്കറിനെ നമ്മൾ ഫാദർ ഓഫ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. അപ്പൊ നമുക്ക് നോക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് ഡീറ്റെയിൽഡ് സ്റ്റഡി ഫോർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. അതിലാദ്യം നമ്മൾ പഠിക്കുന്നത് ക്രൈറ്റീരിയ ഫോർ five kingdom classification or RH Villatos classification. Here എന്ന് പറഞ്ഞേ 1969 classification. Here വേണം. ഇതിൽ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എത്ര ക്രൈറ്റീരിയാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. അപ്പൊ ബ്രാക്കറ്റ് കൊടുക്കുക 5 ക്രൈറ്റീരിയ. എത്ര ക്രൈറ്റീരിയ അങ്ങനെ 5 ക്രൈറ്റീരിയാസ് ആണ്. ഇനി നോക്കിയിരിക്കുക, എഴുതണ്ട. നോക്കിയിരിക്കുക, ഈ 5 ക്രൈറ്റീരിയ ഏതെന്ന് നമുക്ക് എഴുതണം. ഒരേ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് പറയാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ സെൽ സ്ട്രക്ചർ. ഇവിടെ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പ്രോകാരിയോട്സ് ആണ്. എഴുതരുത് പ്രോകാരിയോട്സ് ആണ് യൂകാരിയോട്സ് എന്ന് പറയലാണ്. നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങൾ തൽക്കാലം ഈ 5 ക്രൈറ്റീരിയ കാണാതെ പഠിച്ചിട്ടുണ്ട്. 2 താലസ് ഓർഗനൈസേഷൻ. ഈ താലസ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഓർഗാനിസം യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിക്കണം. കാരണം ഇത് ഡീറ്റെയിൽ തൊട്ട് പറയാൻ നമ്മൾ പഠിക്കാനുണ്ട്. അവിടെ എത്ര ക്ലിയർ ആയിക്കോ. അടുത്ത മോഡ് ഓഫ് ന്യൂട്രീഷൻ പറയേണ്ട കാര്യമില്ല. ഓട്ടോട്രോപ്സ് ആണ് ഹെറ്ററോട്രോപ്സ് ആണെന്ന് പറയാം. അടുത്ത മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ.
വെജിറ്റേറ്റീവ് ആണോ അസെക്ഷൽ ആണോ സെക്ഷൽ ആണോ എന്ന് പറയാനാണ്. അത് നമുക്ക് പിന്നെ പഠിക്കാം. ലാസ്റ്റ് വൺ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഓർഗാനിസം. നമുക്ക് റിലേഷൻഷിപ്പ് മതി. എവല്യൂഷന്റെ ബേസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ എപ്പോഴും സിംപിളറും റൈറ്റിലോട്ട് പോകുന്നതോറും കോംപ്ലക്സ് ആവും അല്ലെങ്കിൽ അഡ്വാൻസ് ആവും. മോണിയറെക്കാട്ടി അഡ്വാൻസ് ആണ് പ്രോട്ടിസ്റ്റ, പ്രോട്ടിസ്റ്റയെക്കാട്ടി അഡ്വാൻസ് ആണ് ഫഞ്ചി. അങ്ങനെ അങ്ങനെ. ഓക്കെ, ഇത്രയുമാണ് പറഞ്ഞേ. എന്തൊക്കെയാണ് 5 ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞേ? കാണാതെ പറഞ്ഞേ, നോക്കിയിട്ട് കാണാതെ പറഞ്ഞേ. സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, യൂണിസെല്ലുലാർ ആണോ മൾട്ടിസെല്ലുലാർ ആണോ എന്ന് പറയാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. 2014 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇവിടെ ഈ ഇതിന് പകരം റീപ്രൊഡക്ഷന് പകരം എഴുതരുത്, റീപ്രൊഡക്ഷന് പകരം റെസ്പിറേഷൻ കൊടുത്തിരുന്നു. ഇതില് which one of the following is not belongs to criteria for ഫൈൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. ക്രൈറ്റീരിയ വരാത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 5 ക്രൈറ്റീരിയാസ് കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. ഇതിന്റെ ഡീറ്റെയിൽ ആണ് പിറകെന്ന് പഠിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം. സെൽ സ്ട്രക്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രോക്യാരിയോട്സ് യൂക്കാരിയോട്സ് പറയലാണ്. താലസ് ഓർഗനൈസേഷൻ യൂണിസെല്ലുലാർ ആണോ മൾട്ടിസെല്ലുലാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ആട്ടോട്രോപ്സ് ആണോ ഹെറ്ററോട്രോപ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അസെക്ഷൽ ആണോ സെക്ഷൽ ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എവല്യൂഷന്റെ ബേസിലാണ്. ലെഫ്റ്റ് നിൽക്കുന്ന ആൾ സിംപിളറും പ്രിമിറ്റീവും ആയിരിക്കും. റൈറ്റിലോട്ട് പോകുന്നതോറും കോംപ്ലക്സും അഡ്വാൻസും ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ പിറകെ പഠിക്കുന്നു. തൽക്കാലം നിങ്ങൾ 5 ക്രൈറ്റീരിയാസ് എഴുതി കാണാതെ പറയുക. പെട്ടെന്നോട്ടെ. അപ്പൊ ക്രൈറ്റീരിയ ഫോർ ഫൈൻഡിംഗ് ക്ലാസിഫിക്കേഷൻ, ആർച്ചിറ്റാക്കസ് ക്ലാസിഫിക്കേഷൻ, 1969 ക്ലാസിഫിക്കേഷൻ എത്ര ക്രൈറ്റീരിയാസ് ആണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് പറയും? 5 ക്രൈറ്റീരിയാസ്. ഏതൊക്കെയായിരുന്നു ആ 5 ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്? ഏതൊക്കെയായിരുന്നു 5 ക്രൈറ്റീരിയാസ്? സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറൈസേഷൻ ഓഫ് ഫൈൻഡിംഗ് ക്ലാസിഫിക്കേഷൻ. എന്താണ് പഠിക്കാനുള്ളത്? ക്യാരക്ടറൈസേഷൻ ഓഫ് ഫൈൻഡിംഗ് ക്ലാസിഫിക്കേഷൻ. ഇത് നമുക്കൊരു ഹോംവർക്ക് കണക്കെടുക്കുന്ന സമയം കഴിയുന്നു. അത് നമുക്കൊരു ഹോംവർക്ക് പോലെ പറഞ്ഞുതരാം. നാളെ നിങ്ങൾ വരുമ്പോൾ 15 ദിവസം ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. വലിയ ഷീറ്റ് പേപ്പർ ആയിരിക്കണം. പേപ്പറിന് ഇങ്ങനെ വരണം. ഇങ്ങനെ വരുന്നത് പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഇതാണ് നമ്മൾ സാധാ പേപ്പർ എന്ന് വിചാരിക്കുക. ഇങ്ങനെ സെറ്റ് ചെയ്യുക. മനസ്സിലായോ? എന്നിട്ട് അതിനെ 6 കോളം തിരിക്കണം. എത്ര കോളം തിരിക്കണം? 2, 3, 4, 5, 6 കോളം തിരിച്ച് മടക്കി വരണം. മനസ്സിലായോ? ഇത്രയും മടക്കി വെച്ചിട്ട് അല്ലെങ്കിൽ വരച്ചിട്ട് വേണം നാളെ ക്ലാസ്സിന് ഇരിക്കുന്നത്. എന്നിട്ട് ഇത്രയും പഠിക്കുക. എന്നിട്ട് ഇന്ന് ഇത്രയും നമ്മൾ പഠിച്ചതിനെ വെച്ചിട്ട് ഇത് ടെക്സ്റ്റ് വായിക്കേണ്ട, നോട്ട് മാത്രം വായിച്ചാൽ മതി. വായിച്ചിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. പക്ഷെ ഈ നോട്ട്ബുക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കരുത്. വേറെ പേപ്പറിലോ അല്ലെങ്കിൽ വേറെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ പേരിലോ ഒക്കെ എഴുതി വയ്ക്കാം. നോട്ടിൽ കണ്ടിന്യൂഷൻ വരരുത്. നോട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകണം. ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടാക്കണം. ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് വായിക്കേണ്ടത് കിങ്ഡം മുനീറ വരെ ഉള്ളത് നിങ്ങളൊന്ന് വായിച്ചു വെച്ചിരിക്കണം. അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാക്കണം. ക്വസ്റ്റ്യൻ ഇന്നത്തെ നോട്ടിനെ മാത്രം ബേസ് ചെയ്ത് മതി. നാളെ മുതൽ ടെക്സ്റ്റിലൂടെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. പക്ഷെ കിങ്ഡം മുനീറ തീരുന്നവരെ ഒന്ന് വായിച്ചു വെച്ചിരിക്കണം. ക്ലിയർ ആണേ? ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻട്രൻസ് ജയിക്കാൻ എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, സിസ്റ്റമാറ്റിക്സ് ആയിട്ടുള്ള പഠനം. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ പഠിക്കുക, ഇന്ന് പഠിക്കുക, അതാണ് സ്മാർട്ട്. ഇന്ന് പഠിക്കുക, ടെക്സ്റ്റ് വായിക്കുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. അങ്ങനെ 2 പ്രാക്ടീസ്. സിസ്റ്റമാറ്റിക് സ്റ്റഡിയും അതേപോലെയുള്ള പ്രാക്ടീസും കൊണ്ട് മാത്രമേ എൻട്രൻസ് ജയിക്കാൻ പറ്റുള്ളൂ. വേറെ യാതൊരു കുറുക്ക് വഴിയില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ പറയുന്നത് വിശ്വസിക്കണം. സ്ഥാപനത്തിന് വിശ്വസിക്കണം. അധ്യാപകനെ വിശ്വസിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിശ്വാസം ഉണ്ടാവണം. ഇത് മാത്രമേ എൻട്രൻസ് ജയിക്കണം. അല്ലാതെ വേറെ ആര് പറയുന്നതും എടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. കാരണം ഒരാൾ പറയുന്ന അപ്പാടെ വിഴിഞ്ഞതും കണ്ട് നിങ്ങൾ ആ പ്രായോഗം കഴിഞ്ഞ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് വേറെ ഒരു ക്ലാസ്സിനെ നിങ്ങൾ കാണരുത്. വേറെ ആരുടെയും കണ്ടോ, നിങ്ങൾ കാണുന്നതിന് വലിയ തെറ്റുന്നില്ല. പക്ഷെ ഓർത്തോ, അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. സിസ്റ്റമാറ്റിക് സ്റ്റഡി അത് ആര് പഠിപ്പിച്ചാലും ഏത് സെന്ററിൽ പോയി പഠിച്ചാലും സിസ്റ്റമാറ്റിക് സ്റ്റഡിയും അതേപോലെ പ്രാക്ടീസും കൊണ്ടല്ലാതെ എൻട്രൻസ് ജയിക്കാൻ പറ്റത്തില്ല. വേറെ ഒരു ഗ്രൂപ്പ് വഴിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നെറ്റിൽ കയറിയിട്ട് +1 പവർ പോയിന്റ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പവർ പോയിന്റുകൾ വരും. അതിൽ ഇഷ്ടം പോലെ ഉണ്ട്.
അതേപോലെ അനിമേഷൻ ക്ലാസ്സസ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് ആപ്പിൽ കയറിയാലും ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലേ? സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു 5 പ്രാവശ്യം അല്ലെങ്കിൽ കാണാതെ പറയുന്നതിന് പകരം പേപ്പറിൽ എഴുതി പഠിച്ച് അതിനെ വൃത്തിയായിട്ട് നന്നായിട്ട് നമ്മൾ കാണാതെ പഠിച്ച് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ഗ്രാമറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് മാറ്റി എഴുതി പഠിക്കുന്നതിന്റെ അത്രയും എഫക്റ്റീവായിട്ട് നിങ്ങൾ ഒരു അനിമേഷൻ ക്ലാസ് കണ്ടിട്ടും കാര്യമില്ല, ഒരു പവർ പോയിന്റ് ക്ലാസ് കണ്ടിട്ടും കാര്യമില്ല. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും. ദോശയാണ് ഉണ്ടാക്കുക. ഈ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഒരു ദിവസം ദോശ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് അതിന്റെ പ്രൊപ്പോർഷനിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ മനസ്സിലാവും. എത്ര സമയം അരി വെള്ളത്തിലിട്ടിരിക്കണം നമ്മൾ പഠിക്കുന്നു, പിന്നെ അതിനുശേഷം ആട്ടിയതിനു ശേഷം നമ്മൾ എത്ര സമയം പുറത്ത് വെച്ചേക്കണം പഠിക്കുന്നു, പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കും. 1ാമത്തെ ദിവസം നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. 2ാമത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കുന്നു, 3ാമത്തെ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്നു, 4ാമത്തെ ദിവസം ഉണ്ടാക്കുന്നു, 5ാമത്തെ ദിവസം ഉണ്ടാക്കുന്നു, 6ാമത്തെ ദിവസം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാറിയിരിക്കും. നമ്മളാണ് അത്രയും ചെയ്യുന്നത് കൊണ്ട് ആണല്ലോ. അതേ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു യൂട്യൂബിന്റെ ക്ലാസ്സുകളാണ്. 1ാമത്തെ ദിവസം ഒരു യൂട്യൂബ് ക്ലാസ്സുകളുണ്ട്, 2ാമത്തെ ദിവസം അടുത്ത യൂട്യൂബ് ക്ലാസ്സുകളുണ്ട്, 3ാമത്തെ ദിവസം നമ്മൾ വേറെ ദോശ ഉണ്ടാക്കുന്ന യൂട്യൂബുണ്ട്. 5 പേരുടെ കിടിലൻ യൂട്യൂബുകളുണ്ട്. നമ്മൾ പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ 5 പേരുടെ യൂട്യൂബ് കണ്ടു. എന്നിട്ട് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നിയ ഒരു യൂട്യൂബിനെ കണ്ടതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ദോശ ശരിയാവുമോ? ഇല്ലയോ? ഒരിക്കലും ശരിയാവത്തില്ല. കാരണം മറ്റേത് നമ്മൾ ഉണ്ടാക്കി പഠിച്ചു വന്നതാണ്. ഇത് തന്നെയാണ്. അതുകൊണ്ട് അനിമേഷൻ ക്ലാസ്സിന് ഒരു റോളും ഇല്ല. പക്ഷെ ബേസ് അറിയാമെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ബേസ് അറിയാമെങ്കിൽ അതിനുശേഷം നിങ്ങൾ നോക്കണം, ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ കണ്ടന്റ് അറിയാം, അത് നമുക്ക് അർത്ഥം ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞ കേട്ടോ. അതുകൊണ്ട് സ്വയം എഴുതി പഠിക്കുക. 5-6 പ്രാവശ്യം എഴുതുക, അതിനുശേഷം നോട്ട്ബുക്കിലോട്ട് എഴുതി പഠിക്കുക. എന്നിട്ട് അപ്പൊ നമുക്ക് വീണ്ടും നാളെ കാണാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.